നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററായ ഖിഡ്കിയാണ്. അപ്പോൾ ഖിഡ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിഡ്കിയുടെ അർത്ഥം എന്താണ്? ജനൽ അല്ലെങ്കിൽ ജാലകം എന്നാണ്. ചാപ്റ്ററിൻ്റെ ആദ്യം ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി, ഒരു ഭാര്യയും ഒരു ഭർത്താവും കുട്ടികളും ട്രെയിനിൽ എവിടെയോ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്റർ വായിക്കാം. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും എന്താണ്? കല്യാണത്തിനുള്ള ഒരു ക്ഷണമുണ്ടായിരുന്നു. ട്രെയിൻ സെ ജാന തയ് ഹുവ. ട്രെയിനിൽ പോകാമെന്നാണ് നിശ്ചയിച്ചത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए. ചെറിയ തോതിൽ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്താണ്? AC കോച്ചിന് പകരം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ആസ്വദിക്കാമെന്ന് കരുതി. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज हुए, पर फिर थोड़ी न नुकुर के बाद मान गए. ജനറൽ കോച്ചിലെ യാത്ര ഫാമിലിക്ക്, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഒന്ന് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അവരെന്താണ്? ജനറൽ കോച്ചിൽ പോകാൻ തന്നെ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ ഥാ. ദില്ലിയിൽ നിന്നും ഏകദേശം എന്താണ്? 8 മണിക്കൂറിലത്തെ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് थी तो ज़्यादा परेशानी नहीं हुई. സീറ്റ് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് എന്താണ്? വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബച്ചോം നെ ഛട്ട് ഖിഡ്കി വാലി സീറ്റ് ചപട് ലി. കുട്ടികൾ എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ ജനാലയുടെ അടുത്തുള്ള സീറ്റ് കൈയടക്കി വേഗം കയറിയിരുന്നു. സാരാ സാമാൻ സീറ്റ് കർ മേം ഓർ പത്നി ബാത്തോ മേം മഷ്ഹൂൽ ഹോ ഗയേ. സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് ഈ ഭർത്താവും ഭാര്യയും എന്താണ്? സംസാരത്തിൽ മുഴുകി. ദീദി ജമ്മു കി ഷാൽ ലേലോ ബഹുത് ബഡിയ ഹെ. അപ്പോഴാണ് എന്ത്? ട്രെയിനിലേക്ക് ഒരു സ്ത്രീ ഒരു സഞ്ചി നിറയെ ഷോളുകളുമായി കയറി വരുന്നത്. എന്നിട്ട് എന്താണ് പറയണേ? ചേച്ചി ഷാൾ വാങ്ങിക്കോളൂ, വളരെ നല്ല ഷാളാണ്. रंग बिरंगी शालों का भारी गठर उड़ाए एक सांवली सलोनी कजरारी आंखों वाली യുവതി പത്നി को इजरार करने लगी. വിവിധ നിറങ്ങളിലുള്ള ഷാളുകളുടെ ആ ഭാണ്ഡക്കെട്ട് എടുത്ത് എന്താണ്? ആ ഇരുണ്ട നിറമുള്ള ആ യുവതി കൺമഷി എഴുതിയ കണ്ണുകളുമായി ഭാര്യനോട് ഇങ്ങനെ പറയുകയാണ്, ഷാൾ എടുത്തോളൂ ചേച്ചിന്ന്. കിത്തനെ കി ഹെ. ഇതിന് എത്ര വില വരും എന്ന് ആ ഭാര്യ ചോദിക്കുകയാണ്. 28 സൗക്കി. ഏകദേശം 250 രൂപ എന്ന് ആ സ്ത്രീ പറഞ്ഞു. 28 സൗക്കി, 250 രൂപയോ? ഇത്തി മഹങ്കി. ഒത്തിരി വിലയാണെന്ന് ഇങ്ങനെ പറയാണ്. ജ്യാദാ പീസ് ലേഗി തോ കം കർ ദൂങ്കി. നിങ്ങൾ കൂടുതൽ പീസ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വില കുറച്ച് തരാൻ പറ്റും എന്ന് പറഞ്ഞു. മുझे ദുകാൻ ഖേൽനി ഹെ ക്യാ. ഞാനെന്താ കട തുറക്കാൻ പോവുകയാണോ എന്നാര് ചോദിച്ചു? ആ ഭാര്യ ചോദിച്ചു. ലേ ലോന ബഹനോം ഔർ ഭാവിയോം കെ ലിയേ. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, എടുക്ക് ചേച്ചി, ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ചേട്ടത്തിയമ്മമാർക്കും ഒക്കെ എല്ലാവർക്കും വേണ്ടി നമുക്ക് കൊടുക്കാമല്ലോ. मैंने पत्नी को इशारा किया तो उसने आंखें തരേർക്കർ മുझे ചുപ് രഹനെ കാ സംകേത് ദിയ. അപ്പോൾ എന്താണ്? ഞാനും, അതായത് ഇതിലെ ഭർത്താവും ഭാര്യനെ നോക്കി ഇങ്ങനെ വേണ്ടാന്നുള്ളൊരു ആംഗ്യം കാണിച്ചു. അപ്പോൾ എന്താണ്? ഭാര്യ അദ്ദേഹത്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് മിണ്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. അച്ഛാ 5 പീസ് ലൂ തോ കിത്നെ ദേഗി. ശരി, 5 പീസ് എടുത്താൽ എത്ര രൂപയ്ക്ക് തരും എന്ന് ചോദിച്ചു. 200 റുപ്പിയെ പെർ പീസ് ലേന ദീദി. 5 പീസ് എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് 200 രൂപയ്ക്ക് തരാമെന്ന് പറയാണ്. ന 100 റുപ്പിയെ പെർ പീസ്. അപ്പോൾ ആ ഭാര്യ പറയാണ്, ഇല്ല, ഒരു പീസിന് 100 രൂപ. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ദീദി 100 तो बहुत कम है. 100 രൂപ എന്ന് വെച്ചാൽ ഒരു ഷാളിന് വളരെ കുറവാണ് ചേച്ചി. കഹത്തെ ഹുയ ഉസ്കാ ഗല്ല രൂത്ത് ജാനെ ഗയ. ഇത് പറഞ്ഞതും അവളുടെ തൊണ്ട ഇടറുകയും ചെയ്തു. കൂടാതെ തന്നെ അവളുടെ ആ കണ്ണുകളിൽ ഒരു നനവും രൂപപ്പെട്ടു. ചൽ ന തേരി ന മേരി 150 പെർ പീസ്. പോകട്ടെ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പീസ് ഒന്നിന് 150 രൂപ എന്ന് ആ ഭാര്യ പിന്നെയും പറയുകയാണ്. അച്ഛാ ദീദി ടീക്ക് ഹെ ലോ രംഗ് പസന്തേ കർലോ. അപ്പോൾ ആ പെൺകുട്ടി എന്താണ്? സമ്മതിക്കുകയാണ്. ടീക്ക് ഹെ,
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതാന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാണ്. कुछ सोचते हुए उसने कहा और गटर पत्नी के सामने सरका दिया. അല്പനേരം എന്തോ ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു. ഭാണ്ഡക്കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. पत्नी ने 5 शालों अलग कर ली और मेरी ओर देख रुपये देने का इशारा दिया. ഭാര്യ എന്താണ് അവൾക്ക് ഇഷ്ടപ്പെട്ട 5 നിറത്തിലുള്ള ഷാളുകൾ തിരഞ്ഞെടുത്തിട്ട് എന്താണ് പൈസ കൊടുക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് എനിക്ക് നേരെ നോക്കി, അതായത് ഈ ഭർത്താവിന് നേരെ നോക്കി. മേനെ ചപ്പട്ട് 750 റുപ്പിയെ നിക്കാൽക്കർ ദേ ദിയെ. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്തു കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. गलती की थोड़ा तोड़मोड़ और करना चाहिए था. അപ്പോഴാണ് അവരെന്ത് പറയണത്, നമുക്ക് അബദ്ധം പറ്റി. ഒരു തവണ പറഞ്ഞപ്പോഴേക്കും എന്താണ് അവൾ 150-ന് സമ്മതിച്ചു. കുറച്ചും കൂടി വില പേശിയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് ഇതിലും കുറവ് പൈസക്ക് നമുക്ക് സാധനം എടുക്കാമായിരുന്നു. बेटी का गोद में बिठा रेलगाड़ी की खिड़की से चांगता में सोच रहा था. പിന്നെ ആ പെൺകുട്ടി പോയിട്ട് എന്താണ് ട്രെയിനിൽ ഇങ്ങനെ മകളെ മടിയിലിരുത്തിയും കൊണ്ട് അച്ഛൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उसकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में. ഈ എൻ്റെ അച്ഛനും ഇതേപോലെ എന്താണ് ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് നടന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എന്താണ് ഇന്ന് കണ്ട ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ ആർദ്രത അദ്ദേഹത്തിന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്താണ് ട്രെയിനിൽ യാത്ര തുടരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഓർത്ത് യാത്ര തുടരുന്നു. അതാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.